അല്ല അനൂപ് അത് കയ്യിലിരുന്നാ മതി. വെളുപ്പിക്കുമ്പോഴും പതപ്പിക്കുമ്പോഴേ ഒരു പരിധി വേണം. നിങ്ങളെ ഫ്ലാഷ് ബാക്ക് മന്ത്രിയുടെ വീട്ടിലേക്ക് 2-3 ദിവസം മുമ്പ് ഔദ്യോഗിക വസതിയുടെ ഗേറ്റ് തല്ലിപ്പൊളിച്ച് അവിടെ നിന്ന് പോലീസുകാരെ മുഴുവൻ ആക്രമിച്ച് അവരുടെ കൈ തല്ലി ഒടിച്ച് ആ മന്ത്രിയുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി റീത്തു വെച്ചു. ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ യാത്ര ചെയ്യാൻ എത്തിയ മന്ത്രിയെ ഇത്തരത്തിൽ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് ഇത്രയധികം വിവരങ്ങൾ പുറത്തു വന്ന് ആശുപത്രിയിൽ ചികിത്സ തേടുമ്പോഴും നിങ്ങളുടെ ചോദ്യം അതിര് കടന്നോ, ആരോഗ്യമന്ത്രിയെ ആക്രമിച്ചോ എന്ന് ചോദിച്ചിട്ട് ചോദിച്ചിട്ട് അത് വഴിയേ അറിഞ്ഞോളൂ. അനൂപ, ഇതിലൊരു കാര്യമുണ്ട്. കരിങ്കൊടി കണ്ടാൽ കഴുത്തിന് പരിക്കേൽക്കുകയും മുദ്രാവാക്യം വിളി കേട്ടാൽ കൈക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന അപൂർവ സംഭവമാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. ഇക്കാര്യത്തിൽ കേരളം 1-ാം നമ്പറാണ് ലോകത്തിന്റെ മുമ്പിൽ. കരിങ്കൊടി കാണുമ്പോൾ പരിക്കേൽക്കുകയും മുദ്രാവാക്യം വിളി കേൾക്കുമ്പോൾ പരിക്കേൽക്കുകയും ചെയ്ത ആരോഗ്യവകുപ്പ് മന്ത്രിയെ ഐസിയുവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നല്ല കാര്യം. ഇങ്ങനെയെങ്കിലും സർക്കാർ ആശുപത്രിയിൽ മന്ത്രിമാർ ചികിത്സ തേടട്ടെ. ഒരു കാര്യം എനിക്ക് കേരളത്തിലെ ആരോഗ്യവകുപ്പിനോട് പ്രത്യേകം ഉണർത്തിക്കാനുണ്ട്. ഒന്ന്, ഈ ആരോഗ്യമന്ത്രിക്ക് ആ കൈക്ക് പരിക്കേറ്റിട്ട് ചികിത്സയ്ക്ക് പോയി കൈമുറിച്ച് മാറ്റേണ്ടി വന്ന വിനോദിനിയുടെ ഗതികേടോ, ആ അനാസ്ഥ കൊണ്ട് ചികിത്സ നിഷേധിക്കപ്പെട്ട് മരണപ്പെട്ട വേണുവിന്റെ ഗതികേടോ, അല്ലെങ്കിൽ കണ്ണ് നഷ്ടപ്പെട്ട സനൂപിന്റെ ഗതികേടോ ഒന്നും വരാതിരിക്കട്ടെ. അത് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മന്ത്രി നമുക്ക് ഇനിയും ഭരിക്കാനുള്ളതാണല്ലോ. അപ്പൊ ഈ മന്ത്രിക്ക് യാതൊരു പരിക്കുമേൽക്കാതെ ആശുപത്രിയിൽ നിന്ന് കത്രിക തുന്നിക്കെട്ടി വെച്ച് അനാസ്ഥ കൊണ്ട് മറന്നു വെക്കേണ്ട ഗതികേട് ഉണ്ടാക്കരുത്. നിങ്ങളുടെ കത്രിയൊക്കെ തിരിച്ചെടുക്കണം. മന്ത്രിയെ തിരിച്ച് പുറത്തേക്ക് വിടണം. കാരണം മന്ത്രി നമുക്ക് ഇനി ആവശ്യമുണ്ടല്ലോ 1-ാം നമ്പറിന് തള്ളാൻ വേണ്ടി. വെളുപ്പിക്കുമ്പോഴും പതപ്പിക്കുമ്പോഴേ ഒരു പരിധി വേണം. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ ടൈം വെച്ച് 3:10 മന്ത്രി അത്യന്തം അതിലേറെ ഗുരുതരമാണ്. മന്ത്രി വരുന്നത് മുതലുള്ള ദൃശ്യങ്ങൾ അതിലുണ്ട്. അതിൽ മന്ത്രിയുടെ കൈയും കഴുത്തും പിടിച്ച് തിരിക്കുന്നതില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അത് എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന്. CPM സംസ്ഥാന സെക്രട്ടറി അങ്ങനെയാണ് പറഞ്ഞത്. ഇവിടെ ക്യാമറയൊക്കെ വെച്ചതിന്റെ പേരിൽ വലിയ വീമ്പളൊക്കെ CPM-മാരാണ്. സ്വന്തം മന്ത്രി ആക്രമിക്കപ്പെട്ടിട്ട് അതിന്റെ ദൃശ്യങ്ങൾ ഇതുവരെ പുറത്തുവിടാതെ അത് ഒളിച്ചു വെച്ചിരിക്കുന്ന എന്തിനാ? ഇത്രയും വലിയ സംശയത്തിന്റെ നിലയിൽ നിൽക്കുമ്പോൾ ഒരു മന്ത്രി തന്നെ, ആരോഗ്യവകുപ്പ് മന്ത്രി, ഇപ്പൊ അഭിനയ വകുപ്പ് മന്ത്രി എന്നുള്ള ആക്ഷേപം നേരിടുന്ന സമയത്ത് ഈ ദൃശ്യങ്ങൾ പുറത്തുവിടാതെ അരുൺകുമാർ എന്തിനാണ് ഈ വെർബൽ ഡയറി നടത്തിക്കൊണ്ടിരിക്കുന്നത്? കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.